പാലേഷുള്ള സാറിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. അസീസ് സത്യം പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസിലേക്ക് വരികയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഞങ്ങളെല്ലാവരും ചേർന്ന് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ തലച്ചിറ അസീസ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. 82 കാലഘട്ടത്തിൽ ഞാനും കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി കടന്നു വന്ന് ഞാനും അവരുമായിട്ട് ഒട്ടനവധി തവണ രാഷ്ട്രീയമായി ഒത്തിരി കാര്യങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് തെറ്റായാലും ശരിയായാലും ഒരു ഭാഗത്ത് ഞാനും കാണുമായിരുന്നു. എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, ഒട്ടനവധി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ വളർത്തിയെടുത്ത കോൺഗ്രസ് പ്രസ്ഥാനമാണ് തലച്ചിറ വാർഡിലുള്ളത്. തലച്ചിറ വാർഡിൽ മറ്റ് മേഖലയിലൊക്കെ ഞാൻ മുട്ടി നോക്കിയപ്പോൾ ഒരു റോഡ് 10-30 വർഷമായി തകർന്നു കിടക്കുകയാണ്. തലച്ചിറ മുസ്ലിം പള്ളി ചാക്കാലക്കുന്ന് ചക്കുവരിക്കൽ റോഡ്. ആ റോഡിന് 7.5 കോടി രൂപ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി മനസ്സ് തുറന്ന് ഞങ്ങൾക്ക് തന്നു. അത് പണി പൂർത്തിയാക്കി അതിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞത്. അതേ സ്റ്റാൻഡിൽ ഇപ്പോഴും ഞാൻ നിൽക്കുന്നു. അപ്പോൾ ഈ പുകഴ്ത്തിയതിന് ശേഷമാണ് അങ്ങേക്ക് ഈ കാരണം കാണിക്കൽ വരുന്നു, അതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. അതിനു മുൻപ് ഈ പുകഴ്ത്തുമ്പോൾ തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാം എന്നൊരു മാനസികാവസ്ഥയിലായിരുന്നു അത്തരത്തിലൊരു പരാമർശം നടത്തിയത്? അതിന് ചില കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരറിയാതെ കൊടിക്കുന്നിൽ സുരേഷ് MPയും അതേപോലെ തന്നെ DCC പ്രസിഡൻറ്റും കഴിഞ്ഞ പോപ്പുലർ ഫ്രണ്ട് SDPIയുടെ പ്രവർത്തനമായിരുന്ന ധാരാളം കേസുണ്ടായിരുന്ന ഒരു വർഗീയവാദിയെ ഞങ്ങളൊന്നും അറിയാതെ പാർട്ടിയിലേക്ക് എടുത്തു. അങ്ങനെ പൊതുവായ ഒരു അറിവ് നമുക്ക് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ MPയെയും DCC പ്രസിഡന്റിനെയും പലതവണ കണ്ട് പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വാർഡിലെ ജനപ്രതിനിധിയും പഞ്ചായത്ത് പ്രസിഡന്റുമായ എന്നോടുകൂടി ഒന്ന് ആലോചിക്കാതെ ധിക്കാരപരമായി അങ്ങനെ ചെയ്തത് അവരുടെ ചില ലാഭത്തിന് വേണ്ടിയുള്ള ഒരു നടപടിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ തുടങ്ങി. അതിനുശേഷം പാർട്ടിയിൽ ധാരാളം പ്രശ്നങ്ങൾ കടന്നു വന്നു. ഞാൻ അറിയാതെ വാർഡ് പ്രസിഡന്റ് അറിയാതെ ഇവിടെ ഇറങ്ങി പണപ്പിരിവ് നടത്തി. അതിനുശേഷം ജ്യോതികുമാർ ചാമക്കാല വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇവരുമായി ഗൾഫ് പ്രവാസികളുമായുള്ള ഒരു സംവാദത്തിൽ വന്നു. അതിനുശേഷം അവർ തന്നെ സംഘടിപ്പിച്ച മറ്റൊരു യോഗത്തിൽ പങ്കെടുത്തു. അപ്പോൾ അദ്ദേഹം ഒന്നും നമ്മൾ കടന്നു വരുന്നത് അറിയാതെയുള്ള പരിപാടിയായിരുന്നു. അതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ക്ഷണിച്ചിരുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രി വരുന്ന സമയം DCC പ്രസിഡന്റ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ആ പരിപാടിയിൽ നിന്നും ബഹിഷ്കരിക്കണം, അല്ലെങ്കിൽ പരിപാടി നടത്തരുത്, മാറിയിരിക്കണമെന്ന് പറഞ്ഞു. അത് എന്നോട് പറഞ്ഞത് ആ സമയത്ത് എനിക്ക് മാനസികമായ തലച്ചിറ PHCയിൽ 40 വർഷക്കാലമായി നിൽക്കുന്ന ആ കെട്ടിടം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ കെട്ടിടത്തിന് 2 കോടി രൂപ അനുവദിച്ചു. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി കൊടുത്തു. പൂർണ്ണ മനസ്സോടെ ഞാനും വരുന്ന ആളുകളിൽ എന്നോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നിരുന്ന സാധാരണക്കാരായ തൊഴിലാളി വർഗങ്ങൾ, കശുവണ്ടി തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ഇടത്തട്ടുകാർ, പാവങ്ങളായ നിരവധി ആൾക്കാർ എന്നോടൊപ്പം കടന്ന് കേരള കോൺഗ്രസ് ബിയിൽ വരും. തുടർന്ന് ഞാൻ ബിയുമായി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ബിയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ ഇന്ന് മുതൽ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളെല്ലാം ഇവിടെ അസീസിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ സമ്മതിച്ചു. വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അസീസിനെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവികളിൽ ഞങ്ങൾ നിയോഗിക്കും. ഇന്നിവിടെ വെച്ച് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിനെ പൊന്നാട അണിയിച്ച് കോലസ്ഥാനത്ത് മെമ്പർഷിപ്പ് കൊടുത്ത് ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അസീസ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരിക്കും. കാരണം അസീസിനെ സംബന്ധിച്ച് ഏറ്റവും ജനകീയനായ നേതാവാണ്. ഈ പ്രദേശത്ത് നമ്മുടെ ഈ മേഖലയിൽ ഏറ്റവും ജനങ്ങളുമായി ആത്മബന്ധമുള്ള, ഏറ്റവും പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും വിഷയങ്ങളിൽ ഇടപെടുന്ന വളരെ ജനകീയനായ ഒരു നേതാവിനെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ലഭിച്ചതിൽ ഞങ്ങൾ അത്യധികമായ സന്തോഷമുണ്ട്.
അഭിമാനത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങളെ ഒരു സഹോദരൻ